ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൈനഗിരി ജലോത്സവത്തിൽ കാരിച്ചാൽ ചുണ്ടന് കിരീടം. ട്രോഫിയിൽ മുത്തമിട്ടത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ ചുണക്കുട്ടന്മാർ. പമ്പയുടെ ഇരു കരകളെയും ആവേശത്തിലേക്ക് ഉയർത്തിയായിരുന്നു ഓളപ്പരപ്പിൽ കൈനഗിരിയുടെ ജലമാമാങ്കം അരങ്ങേറിയത്. CBL മത്സരങ്ങൾക്ക് യോഗ്യത നേടിയ 9 ചുണ്ടൻ വള്ളങ്ങൾ 3 ഹീറ്റ്സുകളിലായി തുഴയെറിഞ്ഞു. 3ാം സ്ഥാനക്കാരുടെ ഫൈനലിൽ പായിപ്പാടൻ ചുണ്ടൻ ഒന്നാമതെത്തിയപ്പോൾ 2ാം സ്ഥാനക്കാരുടെ ഫൈനലിൽ നിറണൻ ചുണ്ടൻ ഒന്നാമതെത്തി. തുടർന്നായിരുന്നു കപ്പിനായുള്ള പോരാട്ടം. മികച്ച സമയം കുറിച്ച കാരിച്ചാലും തലവടിയും വിയപുരവും വാശിയോടെ ഫൈനലിൽ തുഴയെറിഞ്ഞ് അംഗം വെട്ടി. വള്ളംകളി പ്രേമികൾ പമ്പയുടെ ഇരുകരകളിൽ നേരിട്ടും അല്ലാത്തവർ TV സ്ക്രീനിലും ഇമ വെട്ടാതെ നോക്കി. ആരാണ് മുന്നിൽ? തലവടി ചുണ്ടൻ അല്പം പുറകോട്ട് പോയെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വിയപുരം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടനും തമ്മിൽ നടത്തിയത്. ഒപ്പത്തിനൊപ്പം എന്ന് തോന്നിപ്പിച്ച മത്സരത്തിൽ അവസാന കുതിപ്പിൽ വിയപുരത്തെ മറികടന്ന് കാരിച്ചാൽ ചുണ്ടൻ ട്രോഫിയിൽ മുത്തമിട്ടു. കഴിഞ്ഞ സെപ്റ്റംബർ 28 നടന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിലും ട്രോഫിയിൽ മുത്തമിട്ടത് കാരിച്ചാൽ ചുണ്ടനായിരുന്നു. മത്സരം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫി മത്സരത്തിന്റെ കാര്യത്തിൽ നമുക്ക് അല്പമൊന്ന് അത് ഒന്ന് മാറ്റിവെക്കേണ്ടതായി വന്നു. അപ്പോഴും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളൊരു ആശങ്ക വള്ളംകളി പ്രേമികളുടെ എല്ലാ പേരുടെയും മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. അന്നും സർക്കാർ പറഞ്ഞു, കേരളത്തിൽ നിരവധിയായ ഇടങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ജലമേളയാണ്, ജലോത്സവമാണ് CBL അല്ലെങ്കിൽ വള്ളംകളികൾ. ആ വള്ളംകളിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ക്രിയാത്മകമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പ് CBLിലേക്ക് നീങ്ങിയത് എന്നാണ്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് പതാക ഉയർത്തിയതോടെയാണ് ജലോത്സവത്തിന് തുടക്കം കുറിച്ചത്. തോമസ് K. തോമസ് MLA വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിതരണം ചെയ്തു. മുൻ MLAമാരായ CK സദാശിവൻ, KK ഷാജു, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും മത്സരം തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് എക്സിബിഷൻ 22ാമത് മെഗാ കേബിൾ ഫെസ്റ്റ് സമാപിച്ചു. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടികൾ. പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും ട്രേഡർമാരും പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും മെഗാ കേബിൾ ഫെസ്റ്റിൽ അവതരിപ്പിച്ചിരുന്നു. ശനിയാഴ്ച നടത്തിയ ടെലിവിഷൻ ഡിജിറ്റൽ മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത മീഡിയ സെമിനാർ ശ്രദ്ധേയമായി. കേബിൾ ചാനൽ ക്ലസ്റ്റർ ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സെമിനാർ. COA വൈസ് പ്രസിഡന്റ് M. രാജ്മോഹനായിരുന്നു മോഡറേറ്റർ. കേബിൾ രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ മത്സരങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിലുപരിയായിട്ട് പ്രാദേശിക ചാനലുകളിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം നമുക്കറിയാം, ട്രായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ MIBയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില റെഗുലേഷൻസ്. ഒരു ജില്ലയിൽ കേവലം 2 ചാനലുകൾ മാത്രം മതി എന്ന രീതിയിലുള്ള ചില നിയന്ത്രണങ്ങൾ ട്രായ് കൊണ്ടുവന്നിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് നമ്മളത് കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു സ്റ്റേ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിവെക്കാൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നിർത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അത് ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് പ്രാദേശിക ചാനൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി, നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, മീഡിയ ക്രിട്ടിക് CS വെങ്കടേശ്വരൻ, മനീഷ് നാരായണൻ, PG പ്രബോധ്, P. വിവേക്, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ PS രാജനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വൃശ്ചിക വേലിയേറ്റം മൂലം കുട്ടനാട്ടിലെ നെൽകർഷകർ നേരിടുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. 1000 ഏക്കറുള്ള കാവാലം, മംഗലം, മാണിക്യമംഗലം കായൽ നിലം മടവീഴ്ച ഭീഷണിയിലാണ്. വേലിയേറ്റവും വേലിയിറക്കവും നോക്കി തണ്ണീർമുക്കം ബണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കുട്ടനാട്ടിലെ നെൽകർഷകരെ ഏറെ പ്രയാസത്തിലേക്ക് തള്ളിവിടും എന്നതിൽ സംശയമില്ല.
ഓരോ ദിവസവും മട വീഴുന്നതിൻ്റെയും പാടശേഖരത്തിലേക്ക് വെള്ളം കവിഞ്ഞു കയറുന്നതിൻ്റെയും റിപ്പോർട്ടുകളാണ് പുതുതായി എത്തുന്നത്. കാവാലം കൃഷിഭവന്റെ പരിധിയിലുള്ള 1000 ഏക്കർ വരുന്ന മംഗലം മാണിക്യമംഗലം പാടശേഖരത്തിലേക്ക് വെള്ളം കവിഞ്ഞു കയറുന്നത് മൂലം കർഷകർ ഇവിടെ വല്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. 368 കർഷകരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. 1000 ഏക്കറിൽ 200 ഏക്കറിലെ വിത 10 ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും വെള്ളം വറ്റിക്കാൻ കഴിയാത്തത് മൂലം വിത നടത്താൻ കഴിയുന്നില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു. ഭയജനകമായ അപകടാവസ്ഥയിലൂടെയാണ് ഞങ്ങളുടെ പാടം ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ കഴിഞ്ഞ 16-ാം തീയതി മുതലുള്ള ഈ ശക്തിയായിട്ടുള്ള വേലിയേറ്റം 14-ാം തീയതി ഞങ്ങളുടെ പാടശേഖരം വിത തുടങ്ങിയാണ്. സാധാരണഗതിയിൽ 14-ാം തീയതി വേച്ചാൽ ഒരു 25-ാം തീയതി കൂടി വിത പൂർത്തീകരിക്കുന്ന ഒരു പാടശേഖരമാണ്. അപ്പോൾ ഒക്കതാഴ്ച വ്യത്യാസം കാരണമാണ് ഈ 10 അല്ല 15 ദിവസം കൊണ്ട് വിത തീരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 10 ദിവസമായിട്ട് പോലും ഞങ്ങൾ 14-ാം തീയതി വിത ആരംഭിച്ച് 10 ദിവസം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്കൊരു 200 ഏക്കർ കൂടുതൽ വിതയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനി 800 ഏക്കറോളം വിതയ്ക്കാൻ കിടക്കുവാണ് താഴോട്ട്. അപ്പോൾ നിലവിലെ ഈ ശക്തിയായിട്ടുള്ള വേലിയേറ്റം കാരണം ഒരു ദിവസം തന്നെ 2 പ്രാവശ്യമുള്ള വേലിയേറ്റം. ഈ വേലിയേറ്റത്തിൽ 2 പ്രാവശ്യം മോട്ടർ നിർത്തിയിടുവാണ്, രാവിലെയും വൈകിട്ടുമായിട്ട്. 2 പ്രാവശ്യം നിർത്തിയിടുമ്പോൾ 2 പ്രാവശ്യം കൂടെ ഒരു 6-6.5-7 മണിക്കൂർ ഒരു ദിവസം മോട്ടർ നിർത്തിയിടുവാണ്. ഈ 7 മണിക്കൂർ മോട്ടർ നിർത്തിയിടുമ്പോൾ ശക്തമായിട്ടുള്ള ആ വേലിയേറ്റത്തിൽ പാടത്തിൻ്റെ കൂടെയുള്ള വെള്ളത്തിൻ്റെ കവിഞ്ഞുകയറ്റവും ഉറവയും കാരണം ഈ വിതച്ച നിലങ്ങളിൽ പോലും വെള്ളം കയറുവാണ്. വീണ്ടും ഓടിച്ചു വന്ന് അത് പറ്റി വരുന്നതിന് മുമ്പേ വീണ്ടും വേലിയേറ്റം തുടങ്ങിയ മോട്ടോർ നിർത്തിയിടുവാണ്. ശക്തമായ വേലിയേറ്റത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള നിലങ്ങളിൽ എന്ന് വിതയ്ക്കാൻ കഴിയും എന്ന ചോദ്യചിഹ്നമാണ് കർഷകരെ തുറച്ചു നോക്കുന്നത്. വിത കഴിഞ്ഞ പൊക്ക പ്രദേശത്തേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞാൽ വേലിയേറ്റം മൂലം വീണ്ടും മഴ വീഴുന്ന അവസ്ഥയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട 10-200 ഏക്കറോളം ഓൾറെഡി വിത കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വിത്ത് കെട്ടിയിട്ട് വിത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ചില വിതയ്ക്കാൻ പറ്റാതെ ഈ വെള്ളം ഏറ്റ നിൽക്കുന്നതുകൊണ്ട് മോട്ടോർ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ഷട്ടറിടുന്നൊരു കാര്യങ്ങൾ ചെയ്തിട്ടാണ് മെയിനായിട്ട് പറയാനുള്ളത്. രണ്ടാമത് സർക്കാരിൽ നിന്ന് കിട്ടാൻ ആനുകൂല്യം ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബണ്ട് സംരക്ഷണമോ അല്ലെങ്കിൽ സബ്സിഡികളോ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ഞങ്ങളുടെ മോട്ടോറുകളൊക്കെ വളരെ ബലക്ഷയമാണ്. ഈ മോട്ടോറുകളെല്ലാം ബലപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് സുഖമായിട്ട് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വർഷം പോലും ഒരു 300 ഏക്കർ വിതച്ച് കഴിയുമ്പോൾ പാടം മട വീണ്, ഇതുപോലെ വേലിയേറ്റത്തിന് മട വീണതിൻ്റെ പിറ്റേ ദിവസം ചാർട്ടറിട്ട് യാതൊരു കൃഷിക്കാരൻ വീണ്ടും കയ്യിൽ നിന്ന് കാശ് മുടക്കി മടകുത്തി കൃഷിയൊക്കെ ആയിട്ട് ലാസ്റ്റ് കിട്ടിയതിന് 50 കിലോ 3/4 കിലോ എല്ലാം ഒരു ഏക്കർ കിട്ടിയത്. പാടശേഖരത്തിന്റെ 3 വശങ്ങളിൽ നദിയും ഒരു വശത്ത് കരപ്രദേശവുമാണ്. കരപ്രദേശത്തുള്ള റോഡിലാകട്ടെ വേലിയേറ്റ സമയത്ത് വെള്ളം കവിഞ്ഞു കയറി അരയോളം വെള്ളം എത്തുന്ന സ്ഥിതിയുമുണ്ട്. കായലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് റോഡുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ റോഡിൽ മുറ്റത്തും വെള്ളമാണെങ്കിൽ എന്താ പ്രയോജനം? അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരോ പഞ്ചായത്തോ ഏതെങ്കിലും വകുപ്പിൽ ഇതെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തിരുത്താൽ വളരെ ഉപകാരമായിരിക്കുമെന്നേ പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ക്രമീകരിച്ച് വേലിയേറ്റത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ പാടശേഖരത്തിൽ മോട്ടോർ വെച്ച് വെള്ളം വറ്റിക്കാൻ കഴിയുകയുള്ളൂ. പല വർഷങ്ങളിലും മട വീണ് കൃഷി നശിക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. പിന്നെയും മടകുത്തി വീണ്ടും കൃഷി ഇറക്കുമ്പോൾ താമസിച്ചു പോകുന്നതിനാൽ വിളവ് വളരെ കുറവാകുന്ന പ്രശ്നവും കർഷകർ നേരിടാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണാനുള്ള നടപടികൾ അധികൃതർ എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വ്യക്തമായ വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഭരണമാണ് പിണറായി വിജയൻ സർക്കാർ നടത്തുന്നതെന്ന് CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KD സുഗതൻ. വികസന പ്രവർത്തനങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ പ്രമേയങ്ങളായി അവതരിപ്പിച്ച് ചർച്ചയാക്കുന്നത് വലിയ ദിശാബോധമാണ് പകരുന്നതെന്നും സുഗതൻ പറഞ്ഞു. KCV ന്യൂസിന്റെ വെട്ടിത്തുറന്ന എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ പാർട്ടികൾ പല വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്താറുണ്ട്. എന്നാൽ ഇടതുമുന്നണിയുടെ ഭരണം നടക്കുമ്പോൾ CPIMന്റെ സമ്മേളനങ്ങളിൽ വികസന വിഷയങ്ങൾ പ്രമേയങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് എന്ന KCV ന്യൂസ് പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു KD സുഗതൻ തന്റെ നയം വ്യക്തമാക്കിയത്. ഏരിയ സെക്രട്ടറിയോടൊന്ന് ചോദിച്ചോട്ടെ, ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴേ ഈ സമ്മേളനത്തിൽ വികസന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ചില വികസന അജണ്ടകളൊക്കെ മുന്നോട്ട് വയ്ക്കാറുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുകൂടാതെ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്ന ഈ പ്രമേയങ്ങൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? CPIMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആണ് ആദ്യം തുടക്കം. സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സമ്മേളനങ്ങളിലും സാർവദേശീയം തൊട്ട് ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, പ്രാദേശിക വിഷയങ്ങൾ, എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങൾ സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച വരുന്നതാണ് CPIMന്റെ സമ്മേളന കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലുണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളെപ്പറ്റിയും ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകൾ
അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടി ഓരോ നിലപാടുകളും എടുക്കുന്നത്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ഒത്തിരി ജനകീയ വിഷയങ്ങളുണ്ട്. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനക്കുറവിന്റെ, അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സൗകര്യക്കുറവുണ്ടെന്നുള്ള ചർച്ചകൾ, പൊതുജനങ്ങളുടെ ചർച്ചകൾ പാർട്ടി സമ്മേളനങ്ങൾ കുറങ്ങൾ. അത് പാർട്ടി പരിഹരിച്ചുകൊണ്ട് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ആശുപത്രിയുടെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കോടാനുകോടി രൂപയുടെ ഫണ്ടുകൾ വിവിധ മേഖലകളിൽ നിന്നും അതിന് ഗവൺമെന്റ് കണ്ടെത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാറുണ്ടെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയുള്ള ഭരണമാണ് ഇടതുമുന്നണി സർക്കാർ നടത്തുന്നതെന്നും KD സുഗതൻ അഭിപ്രായപ്പെട്ടു. KCV ന്യൂസ് പ്രതിനിധിയും KD സുഗതനുമായി നടത്തിയ ചോദ്യോത്തര പരിപാടിയുടെ പൂർണ്ണരൂപം ഈ വാർത്താ ബുള്ളറ്റിന് ശേഷം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. കേരള സർക്കാർ ഭൂജല വകുപ്പിന്റെ കോട്ടയം ജില്ലാ ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ നിർമ്മാണം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി നഗരസഭ 35-ാം വാർഡ് കണ്ടത്തിപ്പറമ്പിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. സംസ്ഥാന സർക്കാർ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സണെയും മറ്റ് കൗൺസിലർമാരെയും വൈസ് ചെയർമാനെയും എല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാം. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ കൗൺസിലർ ഗീതാജി എല്ലാ കാര്യത്തിലും നമുക്ക് സഹായമായി എത്തിക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും സർക്കാരിനെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അത് നേടിയെടുക്കാനും വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ഞാനിവിടെ വരാൻ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, മുൻ ചെയർപേഴ്സൺ ബീന ജോബി, വാർഡ് കൗൺസിലർ ഗീത അജി, TP അജികുമാർ, ജോയിച്ചൻ പീലിയാനിക്കൽ, ജില്ലാ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉദയകുമാർ, ജില്ലാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനൽ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ചങ്ങനാശ്ശേരി KSRTC ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം ശക്തമാക്കി. കോൺഗ്രസ് ടൗൺ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലമുടച്ച് പ്രതിഷേധം. സാധാരണക്കാരായ രോഗികൾ അടക്കമുള്ള 100 കണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക അനുവദിച്ച് ടെൻഡർ നടപടികളും പൂർത്തിയാക്കി 1 മാസം മുൻപ് നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞ റോഡാണ് ഇതെന്നും അവർ പറഞ്ഞു. അടുത്ത 10 ദിവസത്തിനകം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്ത പക്ഷം നഗരസഭയിലേക്കും MLAയുടെ ഓഫീസിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. KSRTC ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി PH നാസർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം വലിയ പണി നടക്കും, ഉടനെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. MLAയുടെ ആ പറച്ചിലല്ലാതെ ചങ്ങനാശ്ശേരിയിൽ ഒരു കല്ല് പോലും ഒരു റോഡിന് വിടാൻ MLAക്കും ഈ നഗരസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധം. കോൺഗ്രസ് ടൗൺ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് തോമസ് അക്കരയുടെ അധ്യക്ഷതയിലായിരുന്നു സമരപരിപാടികൾ. നേതാക്കളായ ബാബു കോയിപ്പുറം, MH ഹനീഫ, AA ഫ്രാൻസിസ്, MA സജാദ്, ശ്യാം സാംസൺ, അംബിക വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി, കുട്ടനാട് താലൂക്കുകളിൽ ടൂറിസം വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം പറഞ്ഞു. മേഖലയിൽ സീപ്ലെയിൻ പദ്ധതിക്ക് ഏറെ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. AC കനാൽ പൂർണ്ണമായും തുറക്കുക, കനാൽ ശുചീകരണത്തിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുക, നെടുമുടി പഞ്ചായത്തിലുള്ള ഭൂതപ്പണ്ടം കായലിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മനക്കച്ചിറയിൽ AC കനാൽ സംരക്ഷണ സമിതി നടത്തിയ ജനസദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നൈനാൻ തോമസ്. പ്രധാനമായിട്ടും കൂടിയതിന് 3 മുഖ്യമായ കാര്യങ്ങളുണ്ട്. 1, AC കനാൽ അടിയന്തരമായി തുറക്കുക. 2, ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി നെടുമുടി പഞ്ചായത്തിലെ, കുട്ടനാട് താലൂക്കിലെ നെടുമുടി പഞ്ചായത്തിലെ ഭൂതപ്പണ്ടം കായൽ, തരിശായി കിടക്കുന്ന ഭൂതപ്പണ്ടം കായലിൽ സീപ്ലെയിൻ പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കി കുട്ടനാടിൻ്റെയും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി മേഖലയുടെയും ടൂറിസം വികസനം, അതുപോലെ തന്നെ സാമ്പത്തിക വികസനം സാധ്യമാക്കുക. അതുപോലെ തന്നെ AC കനാൽ, മലിനമായിരിക്കുന്ന AC കനാൽ, ഈ AC കനാൽ
പൂർത്തിയാക്കുന്നതിനായി സ്ഥിരമായി ഒരു സംവിധാനം ഉണ്ടാക്കുക. ഈ 3 വിഷയങ്ങൾ പ്രത്യേകമായി എടുത്തുകൊണ്ടാണ് AC കനാൽ സംരക്ഷണ സമിതി ഇവിടെ ഇപ്പോൾ ഈ മനച്ചിത്ര ടൂറിസം പവലിയന് മുമ്പിൽ നിന്നുകൊണ്ട് ജനസദസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ലോകമെമ്പാടും സാമ്പത്തികമായി വികസനമുണ്ടാകുന്ന ഏക പദ്ധതിയാണ് ടൂറിസം മേഖല. ടൂറിസം മേഖല ഈ ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകമായി കുട്ടനാട് താലൂക്കിൽ നടപ്പിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ AC കനാൽ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു, പ്രത്യേകമായി കുട്ടനാടിൻ്റെ മധ്യഭാഗത്തിൻ്റെ വികസനത്തിനും ചങ്ങനാശ്ശേരിയുടെ വികസനത്തിനുമായി നെടുമുടി പഞ്ചായത്തിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള പതിറ്റാണ്ടുകളായി തരിച്ചു കിടക്കുന്ന പൂതപ്പണ്ടം കായലിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുകയും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതും ദീർഘകാലമായി തരിച്ചു കിടക്കുന്നതും മത്സ്യബന്ധനമോ കക്കാവാറിലോ ഇല്ലാത്ത കായലാണ് പണ്ടാരക്കളം ഭൂതപ്പണ്ടം കായലെന്നും നൈനാൻ തോമസ് ചൂണ്ടിക്കാട്ടി. കുട്ടനാട്ടിലും ചങ്ങനാശ്ശേരിയിലും ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സമിതി ജനറൽ കൺവീനർ ജോസ് ടി ആലഞ്ചേരി അധ്യക്ഷനായിരുന്നു. സമിതി ഭാരവാഹികളായ സാബു കോയിപ്പള്ളി, KP സുകുമാരൻ, ലിസി പൗവക്കര, അലക്സാണ്ടർ പുത്തൻപുര, ടോം ജോസഫ്, AC വിജയപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനസദസ്സിൽ പങ്കെടുത്തവർ പ്രതീകാത്മകമായി പേപ്പർ പ്ലെയിൻ പറത്തുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പും ശില്പശാലയും നവംബർ 24-ന് കൊടുങ്ങല്ലൂർ MIT ഹാളിലാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ്റെ AITUCയുടെ സംസ്ഥാന ക്യാമ്പും ഏകദിന ശില്പശാലയും നാളെ 24-ന് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വെച്ച് നടക്കുകയാണ്. ക്യാമ്പ് രാവിലെ AITUCയുടെ സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ശില്പശാല മുൻ കയർ സഹകരണ പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും ഈ കയർ വ്യവസായത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയും പരിഹാര മാർഗങ്ങളും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വിദഗ്ധമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ആ തീരുമാനം ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനുള്ള രൂപപ്പെടുത്തലുകൾ ഞങ്ങൾ 1 മാസമായി എല്ലാ യൂണിയനുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ രാവിലെ അവിടെ ഉദ്ഘാടനം ചടങ്ങ് നിർവഹിക്കും. അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ KP രാജേന്ദ്രനാണ് അധ്യക്ഷൻ. അവിടുത്തെ MLA സുനിൽകുമാർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത്. സംസ്ഥാന ക്യാമ്പ് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ശില്പശാല മുൻ കയർ സഹകരണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. കയർ തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NB കമലാധരൻ മോഡറേറ്ററാകും. ഉച്ചയ്ക്ക് ശേഷം കയർ മേഖലയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ചർച്ചകളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി PV സത്യനേശൻ, സെക്രട്ടറി S പ്രകാശൻ, AITUC ജില്ലാ സെക്രട്ടറി TP മധു തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ വിളയനാട് ഉപജില്ലയിലെ സ്കൂളുകളുടെ സോഷ്യൽ ഓഡിറ്റായ പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞ ദിവസം നടത്തി. കിലയുടെ നേതൃത്വത്തിൽ രാമഗിരി ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു പരിപാടി. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൻ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ 2023-24 വർഷത്തെ സോഷ്യൽ ഓഡിറ്റ് നിർവഹണം സംസ്ഥാനത്തുടനീളം കിലയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാമഗിരിയിൽ നടത്തിയ പബ്ലിക് ഹിയറിംഗ് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഈ ICDS ഉള്ള ഫണ്ട്, അത് ICDS എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്കാരിൻ്റെ ലെവലിലുള്ളതാണ്. അപ്പോൾ അതിനൊരു മാനദണ്ഡമില്ല. അതിനകത്ത് ആവശ്യം പോലെ ഫണ്ടുണ്ട്. ഫണ്ട് ഒരു മാറ്റി വെച്ചിട്ട് പദ്ധതി വിധത്തിന് ഈ സ്കൂളുകൾക്കുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടും വനിതകൾക്കുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടും അതുപോലെ തന്നെ ഈ നമുക്കൊരു രൂപ അനുവദിച്ചിട്ട് 100 രൂപ അനുവദിച്ചാൽ 40 പൈസ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റി വെക്കണം, 10 പൈസ അല്ലെങ്കിൽ 30 പൈസ വനിതാക്ഷേമത്തിലേക്ക് മാറ്റി വെക്കണം, ആരോഗ്യ മേഖലയിലേക്ക് 30% മാറ്റി വെക്കണം. അവസാനം വരുന്ന വികസന പ്രവർത്തനം എന്ന് പറയുന്ന പൊതുവായ ഫണ്ട് എന്ന് പറയുന്നത് 25 പൈസയായിരിക്കും. ആ 25 പൈസ കൊണ്ട് വേണം നമ്മൾ റോഡുണ്ടാക്കണം, കുടിവെള്ളത്തിനുള്ള സംവിധാനം ആക്കണം. അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് പര്യാപ്തമാണ്, കിട്ടാറില്ല. അപ്പോൾ ഈ മേഖലയിലൊക്കെ നമ്മൾ ഫണ്ട് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഈ നമുക്ക് പദ്ധതി ആവശ്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം ഗ്രാമപഞ്ചായത്തിലുള്ള ആൾക്കാർ ഇപ്പം കാവാലം ചെറുകരയൊക്കെ ഒരു പഞ്ചായത്തായിരുന്നു തോന്നുന്നില്ലേ. യോഗത്തിൽ AEO S ദീപ അധ്യക്ഷയായിരുന്നു. കില ഫെസിലിറ്റേറ്റർ റജിമോൾ പുരുഷോത്തമൻ പദ്ധതി വിശദീകരണം നടത്തി. കില ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ J ജയലാൽ, ഫെസിലിറ്റേറ്റർ സന്ധ്യ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു.
SNDP അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻകാർക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. കിടങ്ങാമ്പറമ്പ് SNDP യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MN ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവങ്ങൾ ധാരാളമായുള്ള പെൻഷനേഴ്സിന്റെ സമർപ്പണം അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു വേദി ആണ് SNDP യോഗവും അതിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. വൃദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച പ്രാപിച്ചു എന്നുള്ള അർത്ഥം മാത്രം നമ്മൾ എടുത്താൽ മതി. ഇനി അങ്ങോട്ട് പോകാനുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ടതില്ല എന്നുള്ളൊരു ദിശാബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വലിയ കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് മാതൃകയായിട്ട് ചെയ്തു കാണിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പെൻഷനേഴ്സ് കൗൺസിലെ സംബന്ധിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ പ്രധാന ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒന്ന്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ദിശാബോധം കൊടുക്കുന്നതിന് അവർക്ക് ഉയരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ റിട്ടയർ ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ സർഗവാസനകള്, പ്രവർത്തന മേഖല, അവരുടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങള് ഇനിയും സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവർത്തനം. ഇതേ ചടങ്ങിൽ വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് അധ്യക്ഷനായിരുന്നു. AK രംഗരാജൻ, VR വിദ്യാധരൻ, P അജിത്, T സുശീല തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അഗസ്റ്റസ് മോറിസ് ക്ലാസ് നയിച്ചു. തൃക്കുടിത്താനം സെന്റ് സേവിയേഴ്സ് ഫെറോന ദൈവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നവംബർ 24 ഞായറാഴ്ച നടത്തും. തിരുനാൾ കർമ്മങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഞായറാഴ്ച രാവിലെ 5:30 വിശുദ്ധ കുർബാനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും. 9:30 ആഘോഷമായ തിരുനാൾ റാസ കുർബാന. വൈകുന്നേരം 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. ഡിസംബർ 1 ഞായറാഴ്ചയാണ് കൊടിയിറക്ക് തിരുനാൾ. പ്രധാന തിരുനാൾ ദിനമായ നവംബർ 24 ഞായറാഴ്ച രാവിലെ 9 മുതലുള്ള കർമ്മങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7280 രൂപ, പവന് 58,240 രൂപ. KCV ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.